ഹലോ. അപ്പം നമ്മൾ A1 ക്ലാസ് കഴിഞ്ഞു. ഇന്ന് A1 പരീക്ഷ കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് നമ്മുടെ A2 ക്ലാസ് തുടങ്ങി. എല്ലാം വലിയ പെട്ടെന്നായിരുന്നു അല്ലേ. A1 കഴിയുമ്പോഴേക്കും A2 ക്ലാസ് തുടങ്ങിയായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പേയ്മെൻറ്റ് നടത്തി ജോയിൻ ചെയ്തു A2. ഞങ്ങളുടെ സെയിം ഗ്രൂപ്പ്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മാമും. അപ്പോൾ സെയിം ഇതായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഉണ്ടായത്. ഇപ്പോൾ A1 എനിക്ക് എത്ര മാർക്ക് കിട്ടി? ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും വേണമല്ലോ. അപ്പോൾ എനിക്ക് A1 100 96 മാർക്ക് കിട്ടി. ഞാൻ ഗുഡ് ഗേളായിട്ട് പാസ്സായി. അങ്ങനെ A1 ഞാൻ വിചാരിച്ചത് പരീക്ഷയ്ക്ക് എടുക്കുന്ന സമയത്ത് മാർക്ക് കുറവാകുന്ന. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ 96 മാർക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ A2 ജേർണി തുടങ്ങി. ഞാൻ എത്ര ക്ലാസ് എടുത്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ദിവസമാണ് ഞാൻ 1 ദിവസം 2 ദിവസം കൂട്ടുന്നത്. അല്ലാണ്ട് ഞാൻ നവംബർ 20 ചേർന്നതാണല്ലോ. ആ നവംബർ 20 ചേർന്നിട്ട് 1.5 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ 1.5 മാസം അങ്ങനെയല്ല ഞാൻ കൂട്ടിയത് എടുത്ത ക്ലാസ്സിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ എൻ്റെ 38ാമത്തെ ക്ലാസ്. A2 ഫസ്റ്റ് ക്ലാസ് നോക്കുമ്പോൾ 38ാമത്തെ ക്ലാസ്. അപ്പോൾ ഇനി വരും ദിവസം ഞാൻ എങ്ങനെ ഇടും എന്ന് എനിക്ക് സംശയമായിപ്പോയി. ഡേ 38 എന്ന് പറഞ്ഞാലും ശരിയാവില്ല. അല്ലെങ്കിൽ A2 ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മതിയോ? A2 ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ജർമ്മ ഇത്ര നേരം പഠിച്ചത് പോയില്ലേ. A2 ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഇന്ന് A2 ഫസ്റ്റ് ക്ലാസ്സാണ്. ഇത് ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, ലാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ A2 ഫസ്റ്റ് ക്ലാസ് എങ്ങനെയായിരുന്നു? A1 പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ കുറച്ചുകൂടി അപ്ഗ്രഡേഷൻ വന്നു. ഈ മോഡൽ വെർബ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ എന്തായി? അതിൻ്റെ പാസ്റ്റ് പഠിച്ചു നമ്മൾ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്തേ? ദോഹേ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ വാക്കിന് കുറേ അർത്ഥമുണ്ട്. അപ്പോൾ ആ വാക്കിനെ കുറിച്ചും പഠിച്ചു. പിന്നെ ഈ മൊഡാൽ വെർബിൻ്റെ പാസ്റ്റിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്നുണ്ടായത്. നല്ലതായിരുന്നു. മീൻസ് A1 ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം, ഒരു പ്രോഗ്രസ് ഉണ്ടായതിൻ്റെ ഒരു സന്തോഷം എല്ലാതും ഉണ്ട്. അങ്ങനെ A2 ഞങ്ങളുടെ മാം അടുത്ത വട്ടം ഉണ്ടാവില്ല എന്നാണ്, മീൻസ് B1 ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വേറെ മാമാവും അപ്പോൾ B1 എടുക്കുമ്പോൾ. അപ്പോൾ നോക്കാം നമുക്ക് ഉണ്ടാവുന്ന. ശരി, ഇപ്പോൾ തെറ്റാ.